സോ ഗൈസ് എന്തെങ്കിലും ശേഷം സുഖമായിരിക്കുന്നത് കേട്ടോ. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് ഇവർക്ക് സ്വാഗതം. ഇതെല്ലാം നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം അതായത് 16-ാം തീയതി ജൂലൈയിൽ നമ്മളൊരു വീഡിയോ ചെയ്തു. അത് നിങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങളെ വലിയ രീതിയിൽ ഹെൽപ്പ് ചെയ്തു എന്നറിയാനായിട്ട് സാധിച്ചു. എല്ലാവരും തന്നെ യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ആ ഫ്രീ ബാലറ്റ് എല്ലാവരും തന്നെ ഇട്ടു. നമ്മുടെ വീഡിയോ കണ്ട നമ്മുടെ യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും നമ്മുടെ ഗ്രൂപ്പുകളിലാണെങ്കിലും ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലറ്റ് ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും 600 വിസയേ ഉള്ളൂ, പേടിക്കേണ്ട. നമുക്ക് നെക്സ്റ്റ് ബാലറ്റ് ഫെബ്രുവരിയിൽ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിലും നമ്മൾ പേടിക്കേ വേണ്ട, നമുക്ക് അടുത്ത ബാലറ്റിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എല്ലാ വർഷവും ഒരുപാട് പേര് 100-300ഓളം ആൾക്കാർ എല്ലാ വർഷവും കയറാറുള്ളതല്ല. സോ ഇപ്രാവശ്യം ഈ വർഷങ്ങളിൽ ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ അത് കുറച്ചും കൂടി കൂടട്ടെ എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ സകല സംശയങ്ങൾ, ഫുൾ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, സകല സംശയങ്ങൾ അതിനകത്ത് തീർന്നിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം എൻ്റെ അടുത്ത് ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. ഓക്കെ, അതിന് ഉത്തരവായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട. കാരണം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് എനേബിൾ ചെയ്തിട്ട് മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും അറിയട്ടെ. ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്ത സമയം ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതങ്ങോട്ട് കണ്ടാൽ മതി, എല്ലാം തീർന്നു, എല്ലാ ഡൗട്ടും തീരും എന്ന് പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് പറഞ്ഞു. ഇത്ര നാളത് കൂടെ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ സക്സസിൻ്റെ കൂടെ നമ്മൾ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഉണ്ടാവും, ഇനി അങ്ങോട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീട്ടിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീം ഇനി എന്താണ് പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ, അറിയാത്തവർക്ക് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മുടെ ഇന്ത്യ UK ട്രേഡ് കരാറിൻ്റെ ഭാഗമായിട്ട് 2022 ഒരു എന്താ പറയുക ഒരു കരാർ ഒപ്പിട്ട് അത് 2023 വരികയും ആ വർഷം 3000-ഓളം ഇന്ത്യക്കാരൊക്കെ അതായത് യങ് പ്രൊഫഷണൽ സ്കീമിലൂടെ UK യിലെത്തി. ഇത് 2024 ഏകദേശം 3000-ഓളം ആൾക്കാർ, 2400 ആൾക്കാർ ഓൾറെഡി വന്നു. ഇനി 600 പേർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരുപാട് പേര് അതിനകത്തോടെ വരും. എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതൽ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ എത്രയും വലിയൊരു സംഖ്യ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ കേരളത്തിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഇത്രയും 3000 വിസകളിൽ ഏറ്റവും കൂടുതൽ കേരളം കൊണ്ടുപോയി എന്ന് പറയാൻ എനിക്ക് ഒരു മടിയില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് നിന്ന് തീർച്ചയായിട്ടും അത് കേരളം തൂക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് ഞാൻ ഒരു മടിയില്ലാതെ പറയും, അത് വലിയൊരു പങ്ക് ഞാൻ വഹിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അന്ന് നിങ്ങളത് ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത പാട്, എനിക്ക് കിട്ടിയ തെറിവിളി അന്ന് ചില്ലറയൊന്നും ആയിരുന്നില്ല. പക്ഷെ അന്ന് ആരും വിശ്വസിച്ചില്ല. പിന്നെ അതിനുശേഷം വിസ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് സകലരും വിശ്വസിച്ച് തുടങ്ങിയത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും പല സ്കീമുകൾ വരാൻ നിൽക്കുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ പല സ്കീമുകൾ വരാൻ നിൽക്കുന്നുണ്ട്. ഇതേ മാതൃകയിൽ തന്നെ നിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇനി എന്താണ് വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് നെക്സ്റ്റ് എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ എന്താ പറയുക ഓൾറെഡി യങ് പ്രൊഫഷണൽ സ്കീമിൽ എത്തിയ ആൾക്കാരുടെ ഇൻ്റർവ്യൂ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ. അത് വേണമെങ്കിൽ ഞാൻ അത് താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് കാണാം. പിന്നെ മറ്റൊരു കാര്യം ഇനി ഞാൻ പറയാം എന്താണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളെല്ലാവരും ബാലറ്റ് ഇട്ടിരിക്കുകയാണ്, ഫ്രീ ആയിട്ടാണ് ബാലറ്റ് ഇട്ടിരിക്കുന്നത്. ബാലറ്റ് ഇടാനായിട്ട് നമുക്കറിയാം, ആ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് പേരും നിങ്ങളുടെ പാസ്പോർട്ട് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അതേപോലെ തന്നെ എക്സ്പയറി ഡേറ്റും ഇമെയിൽ ഐ ഡിയും കൊടുത്ത് നിങ്ങൾ സിമ്പിളായിട്ട് പരിപാടി അപ്ലോഡ് ചെയ്തു. നിങ്ങൾ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ചിലർക്ക് പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇൻ കേസ് ബാലറ്റ് സെലക്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിഡൻസ് ചോദിച്ചിട്ട് വരും. ഇല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എവിഡൻസ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് വരും എന്നുള്ളതാണ്. പിന്നെ ചിലർക്ക് ഡൗട്ട് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ്പോർട്ടിൻ്റെ ഒരു പേജ് മാത്രമാണ് സ്കാൻ ചെയ്തത്. നമുക്ക് ഒരു കാര്യം ആലോചിച്ച് വയ്ക്കാം. നമ്മൾ പാസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ട് പേജും അതിൻ്റെ ലാസ്റ്റ് പേജും ഒരുമിച്ച് സ്കാൻ ചെയ്ത് വെക്കണം. അങ്ങനെയാണെങ്കിലാണ് ഒരു പാസ്പോർട്ട് പൂർണ്ണമാവുള്ളൂ. സോ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കലാപരിപാടികളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇങ്ങനെ സ്കാൻ ചെയ്ത് ഒറ്റ PDF ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്രാവശ്യം ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. നമുക്ക് ഇനി വരുന്ന സമയങ്ങൾക്ക് ഇത് ആലോചിച്ച് കറക്റ്റായിട്ട് വെക്കാം. ഇനി എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് അല്ലേ. തീർച്ചയായിട്ടും ഇപ്പോൾ ബാലറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് ബാലറ്റ് സെലക്ട് ആവും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ബാലറ്റ് സെലക്ട് ആയി കഴിഞ്ഞാൽ, ബാലറ്റ് ലോട്ടറി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എലിജിബിൾ ആണെന്നുള്ളൊരു മെയിൽ വരും. ഓക്കെ, ആ എലിജിബിൾ ആണ് മെയിലിനകത്ത് തന്നെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഇത്ര ദിവസത്തിനകത്ത് ഫണ്ട് കാണിക്കണം, ഇത്ര ദിവസത്തിനകത്ത് നിങ്ങൾ ഇത് ഫയൽ ചെയ്യണം. അതിപ്പോൾ കഴിഞ്ഞ മുന്നത്തെ ബാലറ്റിൽ 2023 ബാലറ്റിനകത്തൊക്കെ അതൊരു 30 days ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ 60 days ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അത് ഡിപ്പെൻസ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആ മെയിൽ വരുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക. ഓക്കെ, വെയിറ്റ് ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ എത്ര ഡേയ്സ് ആണ് നിങ്ങൾക്ക് കിട്ടുക, ഈ ബാലറ്റിനകത്ത് നിങ്ങൾ വിസ ഫയൽ ചെയ്തിട്ട് അങ്ങോട്ട് എത്തേണ്ടത് എന്നുള്ളത് അത് കറക്റ്റായിട്ട് നിങ്ങളുടെ മെയിലിൽ തന്നെയാണ് കാണിക്കുക. അത് അവിടെ ഇരിക്കട്ടെ. അത് ബാലറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞുതരാം. YPSൻ്റെ മെയിൻ ഗ്രൂപ്പ് നമ്മൾ കഴിഞ്ഞ 2022 അനൗൺസ് ചെയ്തപ്പോൾ 2023 തന്നെ ഫസ്റ്റ് ബാലറ്റിൽ തന്നെ നമ്മൾ ഗ്രൂപ്പുകളുണ്ടാക്കി, അനേകം ഗ്രൂപ്പുകളുണ്ടാക്കി.
അതിനകത്ത് എല്ലാവരും ഇതേപോലെ തന്നെ ലിങ്കുകളൊക്കെ ഇട്ട് ഞങ്ങൾ പരിശ്രമിച്ച് എല്ലാവരും ഒരുവിധപ്പെട്ടവർ കിട്ടിയവരെ നമ്മൾ സെലക്ട് ചെയ്തു. അതായത് ബാലറ്റ് കിട്ടിയവരെ സെലക്ട് ചെയ്തിട്ട് എല്ലാവരെയും മെയിൻ ഗ്രൂപ്പിലോട്ടാക്കി. മെയിൻ ഗ്രൂപ്പിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്തിട്ട് ഫസ്റ്റത്തെ ഗ്രൂപ്പിൽ മാത്രം ഞാൻ ആക്റ്റീവായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ പിള്ളേർ പിന്നെ രണ്ടാമത്തെ ബാലറ്റ് തൊട്ട് എല്ലാവരും അവരെ ഏറ്റെടുത്തു. അവർ സ്വന്തമായിട്ട് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് മനസ്സിലാക്കി ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാവർക്കും തന്നെ വിസ അടിച്ച് കയറി ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ ഇപ്രാവശ്യം ബാലറ്റ് സെലക്ട് ആവുന്നവരെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലിടും, നമ്മൾ യൂട്യൂബിലും വീഡിയോ ഇടും. അതിൻ്റെ താഴത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ പേഴ്സണലായിട്ട് വാട്സപ്പ് നമ്പർ അല്ലെങ്കിൽ വാട്സപ്പ് ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും. കാരണം ഇത് പബ്ലിക്കായിട്ട് നമ്മൾ കൊടുക്കാൻ പറ്റില്ല. കാരണം എല്ലാ വിസ കച്ചവടക്കാരും ഏജൻസികളും എല്ലാവരും നുഴഞ്ഞു കയറാനുള്ള തക്കം പാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം നോക്കുവാണ്. ഇപ്പോഴും നുഴഞ്ഞു കയറിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദ്രവം ഇല്ലാത്തടത്തോളം കാലം നമ്മൾ വിട്ടുവെക്കും, ഇല്ലെങ്കിൽ എടുത്ത് നമ്മൾ പുറത്ത് കളയും, അത്രയേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ബാലറ്റ് കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കുക, അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. ബാക്കി അസിസ്റ്റന്റ് ഹെൽപ്പും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തു തരും. ഓക്കെ, ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ PCC ബാലറ്റ് കിട്ടിയ ഉടൻ PCC എടുക്കുക. അക്ഷയയിൽ പോയിട്ടോ അല്ലെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയോ നിങ്ങൾക്ക് PCC അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. PCC പാസ്പോർട്ട് കേന്ദ്രത്തിൽ പോയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനകത്ത് പണ്ട് 2023 നോക്കുമ്പോൾ YPS എന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ യങ് പ്രൊഫഷണൽ സ്കീം എന്നുള്ളൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് YPSന്റെ പേരിൽ തന്നെ, യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ പേരിൽ തന്നെ നിങ്ങൾ ഒരു PCC എടുക്കുക. അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. കയറുമ്പോൾ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ആവും. PCC എടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ കയറുമല്ലോ, ഗ്രൂപ്പിൽ നിങ്ങൾ അസിസ്റ്റ് ചെയ്യും പിള്ളേർ. ഓക്കെ, അത് കഴിഞ്ഞാൽ മെഡിക്കൽ എടുക്കുക. അമൃതയിലും അതുപോലെ തന്നെ കിംസിലും നിങ്ങൾക്ക് മെഡിക്കൽ എടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ബാലറ്റ് കിട്ടിയതുകൊണ്ട് തന്നെ മെഡിക്കലിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോയിൻമെന്റ് എടുക്കുക, പോയി മെഡിക്കൽ എടുക്കുക. ഓക്കെ, UK ആകുമ്പോൾ നമുക്കറിയാം TB കാര്യങ്ങൾ, അതിൻ്റെ എക്സ്റേ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അത് UK ആണെന്ന് പറയുമ്പോൾ തന്നെ അവർ അതിനനുസരിച്ചിട്ടുള്ള മെഡിക്കൽ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരും. അതിന് പ്രത്യേകിച്ച് നൂലാമലകളോ പ്രത്യേകിച്ച് ഒരു കാര്യം അറിയേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ എടുക്കാൻ പോകുമ്പോൾ ഇവിടുത്തെ അഡ്രസ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എവിടെയാണ് വന്ന് താമസിക്കാൻ പോകുന്ന ഒരു അഡ്രസ്സ് നിങ്ങൾ കണ്ടെത്തുക. ഇപ്പോൾ ഇനി അഡ്രസ്സ് ഇല്ലെങ്കിൽ കൂടി ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ Airbnb കാര്യങ്ങൾ ഒക്കെ മെൻഷൻ ചെയ്തിട്ട്, നിങ്ങൾ വരുന്ന സ്ഥലത്തിൻ്റെ ഒരു അഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിനകത്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഫോർമാലിറ്റിക്കാണ്, അല്ലാതെ വേറൊരു കാര്യത്തിനല്ല. ഓക്കെ, അപ്പോൾ അത് കീപ്പ് ചെയ്യാം. ഓക്കെ, മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്തത്, ഇപ്പോൾ പാസ്പോർട്ടായി PCC ആയി, നമ്മൾ മെഡിക്കലായി. ഓക്കെ, ഈ രണ്ടാണ് മെയിൻ കാര്യം, അത് റെഡിയായി. ഇനി ഫണ്ട്, ഏറ്റവും മെയിൻ കാര്യം ഫിനാൻസ് ആണ്. ഓക്കെ, 2530 പൗണ്ട് നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിലിടാം. FD ഇടുമ്പോൾ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ FD ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മൾ ഹോം ഓഫീസിൽ പോകുന്ന സമയത്ത് ഹോം ഓഫീസിന് അവിടെ പോകുമ്പോൾ നിങ്ങളുടെ FD കാണുമ്പോൾ ഇതിവൻ ചിലപ്പോൾ 10 വർഷത്തേക്കും 15 വർഷത്തേക്കായിരിക്കും FD ഇടാൻ പറ്റുക. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത FD ആയിരിക്കാം, ഇല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. സോ അങ്ങനെ വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഹോം ഓഫീസിന് അത് ഡൗട്ട് വരും. ഇടണ്ടെന്നല്ല പറയാം, ഇട്ടിട്ട് വന്നവരുണ്ട്, ഇതേപോലെ എന്താ പറയുക സേവിങ്സ് ഇട്ട് വന്നവരുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മെയിനായിട്ട് സേവിങ്സ് ആണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ അത് നമ്മുടെ വിസയ്ക്ക് ഒരു പ്രോബ്ലം ഇല്ലാതെ തന്നെ, ഒരു പ്രശ്നമില്ലാതെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ സേവിങ്സിൽ നമുക്ക് ഈ പറഞ്ഞ 2530 പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് 2530 പൗണ്ടല്ല ഇടണ്ടേ. നിങ്ങൾ 2530 ഒരു 2800 പൗണ്ടോ അതിന് കുറച്ച് കൂട്ടിയിടുക. കാരണം ഇവിടുത്തെ UK സാഹചര്യങ്ങൾ വളരെ വ്യത്യാസമാണ്. നിങ്ങൾ ചിലപ്പോൾ ആ സമയത്ത് നോക്കുമ്പോൾ ഇവിടെ പൗണ്ട് റേറ്റ് ഇന്ത്യൻ മണി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 105, 106 ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ അത് 108, 110 എന്തെങ്കിലുമൊക്കെ ഒരു ഇവിടുത്തെ ഒരു സന്ദർഭങ്ങൾ മൂലം പോകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട്, ചില സമയങ്ങളിൽ 87 വരെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ചില സമയത്ത് നല്ല ഷൂട്ട് ചെയ്ത് പോകാറുമുണ്ട്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ സേഫ് എമൗണ്ട് കീപ്പ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം റിജക്ഷൻ വന്ന, ഇല്ലെങ്കിൽ പലർക്കും പ്രശ്നം വന്ന കാര്യം ഇതാണ്, സഫീഷ്യൻ്റ് ആയിട്ട് ഫണ്ട് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാത്തത് കൊണ്ട് ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ഫണ്ട് എപ്പോഴും എമൗണ്ട് കുറച്ച് കൂട്ടി ഇട്ട് വെക്കുക. 2530 പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാത്രം ഇടരുത് എന്നുള്ള കാര്യം മുന്നേ തന്നെ പറയുന്നു. ഓക്കെ, അതിടുക. 28 ഡേയ്സ് മെച്യൂരിറ്റി വെക്കുക. നിങ്ങൾക്ക് വാലറ്റ് കിട്ടിയോടെ തന്നെ ഫണ്ട് അറേഞ്ച് ചെയ്ത് ഇടുകയാണെങ്കിൽ 28 ഡേയ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാം, അതെടുത്ത് നമുക്ക് വിസയ്ക്ക് ഫയൽ ചെയ്യാനായിട്ട് ചെയ്യാം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയുക സർട്ടിഫിക്കറ്റ്സ് ആണ്. അതായത് ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗ്രാജുവേഷൻ്റെ ഫുൾ ഡീറ്റെയിൽ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾ എടുക്കുക. അതായത് നമ്മുടെ എന്താ പറയുക
അതിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടാവാം, മാർക്ക് ലിസ്റ്റുകൾ ഉണ്ടാവാം. അതെല്ലാം നിങ്ങൾ ഗ്യാദർ ചെയ്യുക, എല്ലാം കൂടി ഗ്യാദർ ചെയ്യുക, മിസ് ചെയ്യണ്ട, എല്ലാം എടുത്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിന്നോ കോളേജിൽ നിന്നോ എവിടെ നിന്നാണെങ്കിലും അവിടുന്ന് ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ലെറ്റർ ഓഫ് റെഫറൻസ്, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ അവിടുത്തെ ഹെഡ് മാസ്റ്ററിൻ്റെ നിന്നോ ഇല്ലെങ്കിൽ അവിടുത്തെ HOD നിന്നോ ആരുടെ കയ്യിൽ നിന്നാണെങ്കിലും അത് മേടിക്കുക. ഇന്ന പർപ്പസിനകത്ത് ഇന്ന കാര്യങ്ങൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവം, അത്രയേ ഉള്ളൂ. വളരെ ആർഭാടമൊന്നും വേണ്ട. നമ്മുടെ ഗ്രൂപ്പിൽ കയറുമല്ലോ, ഗ്രൂപ്പിനകത്ത് പിള്ളേർ അതൊക്കെ ഹെൽപ്പ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ അതൊന്നും പേടിക്കേ വേണ്ട. പിന്നെന്താ കാര്യം, അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഡോക്യുമെന്റ്സ് ഗ്യാദർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ ഫയൽ ചെയ്യുക, അതിന് കാര്യങ്ങളിലുള്ള പരിപാടികളാണ് ചെയ്യേണ്ടത്. IHS എമൗണ്ട് ഇനി നമുക്ക് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇമിഗ്രേഷൻ ഹെൽത്ത് സെർച്ച്. എന്താണ് ഇമിഗ്രേഷൻ ഹെൽത്ത് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK നിങ്ങൾ എത്തുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു അസുഖമോ കാര്യങ്ങളൊക്കെ വന്നൊരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. അതായത് ഈ IHS ഓൾറെഡി പേ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് സർവീസുകൾ യൂസ് ചെയ്യാം. അതിപ്പോൾ 1552 പൗണ്ടാണ് ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് അതിനകത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് 1552 പൗണ്ട്. പിന്നെ അപ്ലിക്കേഷൻ ഫീ, അതായത് ഇപ്പോൾ ഇമിഗ്രേഷൻ ഹെൽത്ത് സർചാർജ് ഇപ്പോൾ നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്തു, ഇൻ കേസ് എന്തെങ്കിലും വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ 1552 പൗണ്ട് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, ആ ഒരു എമൗണ്ട് റീഫണ്ട് കിട്ടും. പക്ഷേ അപ്ലിക്കേഷൻ ഫീസ്, അതായത് വിസ ഫീസ് എന്ന് പറയും, 298 പൗണ്ട്, അത് ഏകദേശം 30,000 രൂപയുടെ അടുത്തോളം. ഇൻ കേസ് വിസ റിഫ്യൂസൽ ആയി കഴിഞ്ഞാൽ ആ പൈസ നഷ്ടമാകും. 298 പൗണ്ട് നഷ്ടമാകും എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇനി തിരിച്ച് കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ നമ്മൾ ഫയൽ ചെയ്ത് നമ്മളുടെ പിള്ളേരുടെ കേസുകളൊന്നും അതൊന്നും പ്രശ്നമുണ്ടായി, എല്ലാവർക്കും തന്നെ വിസ അടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. നമ്മൾ പറഞ്ഞ അതേപടി അച്ചട്ട് പോലെ അവന്മാർ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ റിജക്ഷൻ അവിടെ സ്കോപ്പില്ല. നമ്മൾ പറയുന്നത് ഇതേപോലെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, ഫോളോ ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടെങ്കിൽ അത് റീഫണ്ട് ആവും. ഇനി ഇതിനകത്ത് അത് മാത്രമല്ല, ഈ പേഴ്സണൽ സേവിങ്സ് 2530 പൗണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വീട്ടിൽ ഇവിടെ ചിലവുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ അത് ആരെങ്കിലും മേടിച്ചിട്ട് അറേഞ്ച് ചെയ്താൽ അവർക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കാം. ഒരു 4-5 മാസം കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി മറ്റൊരു കേസ്, നിങ്ങളുടെ കോമൺ കുറേ സംശയങ്ങൾ, റിജക്ഷൻ ചാൻസുകൾ എത്രത്തോളം. യെസ്, ഇതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ മെയിൻ ഗ്രാജുവേഷൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഇതിനകത്ത് പറ്റുക, അല്ലെങ്കിൽ RQ ലെവൽ 6 എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ RQ ലെവൽ 6 എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ഗ്രാജുവേഷൻ നമ്മുടെ ബാച്ചിലേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്കും, അതായത് പോളിടെക്നിക് ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, സിവിൽ അതുപോലത്തെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക്, എന്തിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഹോട്ടൽ മാനേജ്മെന്റിന്റെ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞവർക്കും വിസ അടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അടിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ 3 ഇയർ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ അത് RQ ലെവൽ 6 ആയിരിക്കും എന്ന് തന്നെയാണ്. അതിന് നിങ്ങൾ കമ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ ഇക്വലൻസി ചെക്ക് ചെയ്യാൻ ECCTS എന്നുള്ളൊരു വെബ്സൈറ്റ് യൂസ് ചെയ്യാം. പക്ഷേ അതിനകത്ത് ഒരു 10-35,000 രൂപ അതിനകത്ത് ചിലവുണ്ട്. അത് നിങ്ങൾ വേണോ വേണ്ട തീരുമാനിക്കും. ആ 35,000 അവിടെ കളയണോ അതോ ഇവിടെ ഒരു അപ്ലിക്കേഷൻ ഇട്ട് പരീക്ഷിക്കണോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇവിടെ പോവുകയാണെങ്കിൽ 38,000 പോകും, അവിടെ പോയാൽ 35,000 പോകും. ഏതാണ് ചിന്തിച്ചിട്ട് നോക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ കിട്ടിയ ചരിത്രം നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ, താല്പര്യമുള്ളവർക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ഡോക്യുമെന്റ്സ് അവിടെ നിങ്ങൾക്ക് വേണ്ടത്. മെയിൻ പൈസ ചെലവുകൾ, ആകെ ചെലവ് വരുന്നത് അപ്ലിക്കേഷൻ ഫീസ്, IHS എമൗണ്ട്, പിന്നെ ലിവിങ് എക്സ്പെൻസ് നിങ്ങളുടെ ഓൺ അക്കൗണ്ടിലാണ് കിടക്കുന്നത്, വേണമെങ്കിൽ യൂസ് ചെയ്യാം, തിരിച്ചു കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ മെഡിക്കലിന്റെ അത് 2,000-3,000 രൂപയുടെ ചിലവേ ഉള്ളൂ. അതുപോലെ തന്നെ PCCDയും വലിയ ചിലവുകളോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ YPSലുള്ളവർ, യങ് പ്രൊഫഷണൽ സ്കീമിലുള്ളവർ, നമ്മുടെ ഗ്രൂപ്പിലുള്ള പലർക്കും, ചിലർക്കൊക്കെ ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടി. ചിലർക്ക് ഇവിടെ പല മേഖലകൾ വർക്ക് ചെയ്യുന്നു. അത് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും പല മേഖലയിൽ വർക്ക് ചെയ്യുന്നു. ചിലർ ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ ചെയ്തിരിക്കുന്നു. പലരും നമ്മളെ കോൺടാക്ട് ചെയ്യുന്നു. നമ്മളെപ്പോഴും നല്ല ബന്ധമാണ്, നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്, അവരുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വർക്ക് ചെയ്യാം, എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്യാം. നല്ല ഇപ്പം നിങ്ങൾ നല്ല എക്സ്പീരിയൻസുള്ള നോളജുള്ള ആൾക്കാരാണ്, എക്സ്പീരിയൻസ് ഒക്കെ IT ഇൻഡസ്ട്രി, എഞ്ചിനീയറിംഗ് അങ്ങനെ മേഖലയുള്ളവരാണെന്നുണ്ടെങ്കിൽ യെസ്, അവർക്ക് സ്കോപ്പ് ഉണ്ട്. സ്പോൺസർഷിപ്പ് കിട്ടാനായിട്ടുള്ള നല്ല നോളജ് ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയവരുണ്ട്. ഇവിടെ തന്നെ വന്നുടൻ തന്നെ എയർപോർട്ടിലൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. അതിന് പുറമെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബിസിനസ് ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 5,000 പൗണ്ടാണ് എക്യുപ്മെന്റ്സ്. അതിന് കൂടുതൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ 2 ഇയേഴ്സ് ഇവിടെ നിൽക്കുന്നുള്ളത് കൊണ്ട് തന്നെ
5000 പൗണ്ടിന് മേലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബിസിനസ്സുകൾ അലോ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒന്നും മേടിക്കാനുള്ള അലോ ചെയ്യുന്നില്ല. പക്ഷേ പല പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകളും ഇവിടെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അവരുടെ കൂടെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാം. അതിലൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വിജയം നേടാനുള്ള അവസരങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ കൂടെ നിങ്ങൾ നിൽക്കുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യും, സബ്സ്ക്രൈബ് ഇതൊക്കെയാണ് ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മുടെ അവിടെ തന്നെ കിട്ടുന്നേ. നിങ്ങളുടെ ചാനലിൽ ഈ ചാനലിൽ വീഡിയോസിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്താൽ മാത്രം മതി, കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, എന്നിട്ട് പല അവസരങ്ങളും പഠിക്കാനുള്ള അവസരങ്ങളും ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു വീഡിയോ പൂർണ്ണമായി എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്കുക. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, നിങ്ങൾ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ വളരെ വൃത്തിയായിട്ട് തന്നെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഇല്ലെങ്കിൽ എന്തിന്, നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഡോണ്ട് വറി, എല്ലാത്തിനും നമ്മുടെ കൂടെ പിള്ളേരുണ്ടാവും. സോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാം.